ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ 3ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ദ വേൾഡ് ഓഫ് ഇലക്ട്രിസിറ്റി എന്ന പാഠഭാഗത്തിൻ്റെ പാർട്ട് 2 വീഡിയോ ആണ് നമ്മൾ ഇതിലൂടെ നോക്കാൻ പോകുന്നത്. അപ്പോൾ ഓൾറെഡി നമ്മൾ പാർട്ട് 1 അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി പാർട്ട് 2ൽ നോക്കാനുള്ളത് ദ ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റി എന്ന പേജ് നമ്പർ 15 മുതലാണ് നോക്കാനുള്ളത്. ഓക്കെ, 50 മുതലാണ്, പേജ് നമ്പർ 50 മുതലാണ് നോക്കാനുള്ളത്. അപ്പോൾ നമുക്ക് ഒന്ന് വായിച്ച് നോക്കാം. ഇതുവരെയുള്ള ബാക്കി എല്ലാ പ്രവർത്തനങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിലെന്തൊക്കെയാണ് പറയുന്നത് എന്ന് നോക്കാം. ഫ്ലോ ഓഫ് ഇലക്ട്രിസിറ്റിയുടെ ഒഴുക്ക് അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലോ എന്നാണ് അർത്ഥം. In the circuit you have made electricity from the battery reaches the bulb only when you switch it on. എന്താണ്, നമ്മൾ നേരത്തെ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ആ സർക്യൂട്ടിൽ വൈദ്യുതി, നമ്മുടെ ഇലക്ട്രിസിറ്റി പോകുന്നത് എങ്ങോട്ടാണ്? ബാറ്ററിയിൽ നിന്ന് ബൾബിലേക്ക് എത്തുകയാണ് ചെയ്യുന്നത് അല്ലേ? ഹൗ ഡസ് ഇലക്ട്രിസിറ്റി റീച്ച് ദ ബൾബ് ഫ്രം ദ ബാറ്ററി? എങ്ങനെയാണ് ഇലക്ട്രിസിറ്റി ബാറ്ററിയിൽ നിന്നും ബൾബിലേക്ക് എത്തുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡു ഓൾ സബ്സ്റ്റൻസസ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ? എല്ലാ വസ്തുക്കളിലൂടെയും ഇലക്ട്രിസിറ്റി ഇങ്ങനെ പാസ് ചെയ്യുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ എങ്ങനെയാണ് ബൾബിലേക്ക് എത്തിയത്? ആ ഒരു വയറിലൂടെയാണ് അല്ലേ? അപ്പോൾ എല്ലാ വസ്തുക്കളിലൂടെയും നമ്മുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുമോ? ഇല്ല, എല്ലാ വസ്തുക്കളിലൂടെയും ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല. ചില വസ്തുക്കളിലൂടെ മാത്രമേ പാസ് ചെയ്യുകയുള്ളൂ. Then you might have noticed substances which conduct electricity and do not conduct electricity. ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന വസ്തുക്കൾ നിങ്ങൾ ഏതൊക്കെയാണെന്ന് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, നോട്ടീസ് ചെയ്തിട്ടുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഡിസൈൻ ആൻഡ് എക്സ്പെരിമെൻറ്റ് ടു ഡിസ്റ്റിങ്വിഷ് ദം ആൻഡ് പ്രസൻറ്റ് ഇറ്റ് ഇൻ ദ ക്ലാസ്. അപ്പോൾ അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെൻറ്റ് നിങ്ങൾ ക്ലാസ്സിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ടേക്ക് ദ 9 watt ബാറ്ററി. ഒരു 9 watt ഉള്ള ബാറ്ററി എടുക്കണം. കണക്റ്റിംഗ് വയർ ആൻഡ് ദ LED മൊഡ്യൂൾ ഫ്രം ദ സയൻസ് കിറ്റ്. എന്താണ്, ഒരു LED മൊഡ്യൂളും അതുപോലെ തന്നെ ഒരു കണക്റ്റിംഗ് വയറും എടുക്കുക. എവിടെ നിന്നാണ്? നിങ്ങൾ സയൻസ് കിറ്റിൽ നിന്നാണ് എടുക്കേണ്ടത്. അറേഞ്ച് ദം ആസ് ഷോൺ ഇൻ ദ ഫിഗർ. ഈ ഫിഗറിൽ കാണിച്ച പോലെ നിങ്ങൾ അതിനൊന്ന് അറേഞ്ച് ചെയ്യണം. വിൽ ദ LED മൊഡ്യൂൾ ഗ്ലോ ഇൻ ദ സർക്യൂട്ട്? എന്താണ്, ഈ സർക്യൂട്ടിലെ LED മൊഡ്യൂൾ ഗ്ലോ ചെയ്യുമോ, പ്രകാശിക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈ, എന്തുകൊണ്ട്? കണക്ട് ദ എൻഡ്സ് മാർക്ക്ഡ് A and B യൂസിങ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. നിങ്ങൾ എയും ബിയും ഡിഫറെൻറ്റ് മെറ്റീരിയൽസ് കൊണ്ടും നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അവിടെ എന്താണ് ഉണ്ടാവുന്നത് എന്നാണ് നിങ്ങളുടെ അടുത്ത് നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി താഴെ നമുക്ക് കുറേ മെറ്റീരിയൽസ് തന്നിട്ടുണ്ട്. സേഫ്റ്റി പിന്നി, എ പീസ് ഓഫ് വുഡ്, പേപ്പർ, സ്റ്റീൽ സ്കെയില്, ചാർക്കോള്, പെൻസിൽ ഗ്രാഫൈറ്റ്, പ്ലാസ്റ്റിക് ബാങ്കിൾ, മെറ്റൽ ബാങ്കിൾ, വെറ്റ് പേപ്പർ, കോപ്പർ വയർ. എന്നിട്ട് ഇതൊന്ന് ടാബുലേറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തൊക്കെയാണ്? മെറ്റീരിയൽ യൂസ്ഡ്, ഒബ്സർവേഷന്, ഇൻഫറൻസ്. അപ്പോൾ അവിടെ ഒന്നാമത്തെ മെറ്റീരിയൽ എന്ന് പറയുന്നത് പേപ്പർ ആണ്. പേപ്പറിലെ ഒബ്സർവേഷൻ എന്താണ്? ദ LED മൊഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ. LED മൊഡ്യൂള് ഗ്ലോ ചെയ്യില്ല, പ്രകാശിക്കില്ല. ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അവിടെ എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നില്ല എന്നാണ് അതിൻ്റെ അർത്ഥം. ഇലക്ട്രിസിറ്റി പാസ് ചെയ്തിരുന്നെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുക? അത് ഗ്ലോ ചെയ്യുമായിരുന്നു അല്ലേ? ഇനി അടുത്തത് നമുക്ക് സേഫ്റ്റി പിന്ന് നോക്കാം. സേഫ്റ്റി പിന്നിൽ എങ്ങനെയാണ്? ദ LED മൊഡ്യൂൾ ഗ്ലോ. LED മൊഡ്യൂള് ഗ്ലോ ചെയ്യും. എന്തുകൊണ്ടാണ്? കണ്ടക്ട് ഇലക്ട്രിസിറ്റി. അത് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നു, അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യിക്കുന്നുണ്ട്. നെക്സ്റ്റ് വൺ, എ പീസ് ഓഫ് വുഡ് ആണ്. അവിടെ എങ്ങനെയാണ്? LED മൊഡ്യൂള് ഗ്ലോ ചെയ്യില്ല. ഓക്കെ, ദ LED മൊഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ. ദെൻ ദ ഇൻഫറൻസ് എന്നുള്ളിടത്ത് എന്താണ് എഴുതേണ്ടത്? ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി എന്ന് എഴുതി കൊടുക്കുക. അപ്പോൾ ഇവിടെ ഞാൻ കാണിച്ചു തരാം. നിങ്ങൾ ഇതുപോലെ ടാബുലേറ്റ് ആയിട്ടാണ് എഴുതി കൊടുക്കേണ്ടത്. നെക്സ്റ്റ് വൺ സേഫ്റ്റി പിന്നാണ്, സ്റ്റീൽ സ്കെയിൽ ആണ്. ദ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. നെക്സ്റ്റ് വൺ ചാർക്കോൾ, ദ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ദെൻ പെൻസിൽ ഗ്രാഫൈറ്റ് ആണെങ്കിലോ ദ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. പ്ലാസ്റ്റിക് ബാങ്കിളിൽ ദ LED മൊഡ്യൂൾ ഡിഡ് നോട്ട് ഗ്ലോ, ഡസ് നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ദെൻ ദ മെറ്റൽ ബാങ്കിലാണെങ്കിലോ ദ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. വെറ്റ് പേപ്പറിലാണെങ്കിൽ ദ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ദ ലാസ്റ്റ് വൺ ദ കോപ്പർ വയർ, ദ LED മൊഡ്യൂൾ ഗ്ലോ, കണ്ടക്ട് ഇലക്ട്രിസിറ്റി. ഓക്കെ, അപ്പോൾ നമുക്കിതിലൂടെ മനസ്സിലായി ചില വസ്തുക്കളിൽ മാത്രമേ നമ്മുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയുള്ളൂ അല്ലേ? എല്ലാത്തിലും ഒന്നും പാസ് ചെയ്യില്ല, ചിലതിൽ മാത്രമേ പാസ് ചെയ്യുകയുള്ളൂ, മറ്റു ചിലതിൽ പാസ് ചെയ്യില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. വിച്ച് ഓഫ് ദ മെറ്റീരിയൽസ് യു യൂസ്ഡ് മെയ്ഡ് ഇൻ ദ LED ഗ്ലോ?
what would be the reason? Is it due to the passage of electricity through those materials? എന്താണ് ഇവിടെ ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴാണ് നമുക്ക് LED ഗ്ലോ ചെയ്തത്, പ്രകാശിച്ചത്? എന്തായിരിക്കും അതിന്റെ കാരണം? കാരണം എന്താണ്? ചിലതിൽ മാത്രമേ നമ്മുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുകയുള്ളൂ, എല്ലാത്തിലും പാസ് ചെയ്യില്ല. വിച്ച് മെറ്റീരിയൽസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ഏതെല്ലാം വസ്തുക്കളാണ് ഇലക്ട്രിസിറ്റി കടത്തിവിടുന്നത്, പാസ് ചെയ്യുന്നത്? ഏതൊക്കെയാണ്? നമുക്കറിയാം, മെറ്റൽ ബാങ്കിൾ, വെറ്റ് പേപ്പർ, കോപ്പർ വയർ, അങ്ങനെയുള്ള സാധനങ്ങളിലൊക്കെ നമ്മൾ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. ദെൻ വിച്ച് മെറ്റീരിയൽസ് ഡു നോട്ട് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? ഏതിലൊക്കെയാണ് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമ്മൾ നേരത്തെ എഴുതിയത് വെച്ചിട്ട് നിങ്ങൾക്ക് അതിൻ്റെ ആൻസറൊക്കെ എഴുതി കൊടുക്കാവുന്നതാണ്. Then place your figure over the end of A and B in the device and made of the experiment does the LED glow? എന്താണ്? നമ്മളിവിടെ ചെയ്ത എക്സ്പെരിമെന്റിലെ ഉപകരണത്തിൽ എയും ബിയും ഈ രണ്ട് അഗ്രങ്ങളിൽ 2 വിരലുകൾ വെക്കുക. എന്നിട്ട് LED പ്രകാശിക്കുന്നുണ്ടോ, ഗ്ലോ ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ദെൻ വിരലുകൾ നനച്ച ശേഷം റിപ്പീറ്റ് ദ എക്സ്പെരിമെന്റ് വിച്ച് വെറ്റ് ഫിംഗേഴ്സിലൂടെയും നിങ്ങൾ നോക്കുക. എന്നിട്ട് എന്ത് മാറ്റമാണ്, വാട്ട് ഇസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ ബോത്ത് എന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ദെൻ ഡു നോട്ട് ഓപ്പറേറ്റ് എ സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ്. എന്താണ്? നമ്മൾ ഒരിക്കലും വെറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ഒരിക്കലും ഒരു സ്വിച്ച് ഓപ്പറേറ്റ് ചെയ്യരുതെന്ന് പറയുന്നുണ്ട് അല്ലേ. ഫൈൻഡ് ഔട്ട് ദ റീസൺ ബിഹൈൻഡ് ഇറ്റ് ആൻഡ് റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. നിങ്ങൾ അതിൽ എന്താണ് നിങ്ങൾ ഫൈൻഡ് ചെയ്ത റീസൺ, എന്തുകൊണ്ടാണെന്ന് അങ്ങനെ പറയുന്നത് എന്ന് നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? വാട്ടർ ഈസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. വാട്ടർ എന്ന് പറയുന്നത് നമ്മുടെ ഇലക്ട്രിസിറ്റിയുടെ ഒരു ഗുഡ് കണ്ടക്ടറാണ്. So when your hands are wet, the risk of electrical shock increasing significantly. Do not operate a switch with a wet hand. അതുകൊണ്ടാണ് നമ്മളുടെ അടുത്ത് നനഞ്ഞിരിക്കുമ്പോൾ അവിടെ എന്താണ് ഇലക്ട്രിക്കൽ ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യരുതെന്ന് പറഞ്ഞിട്ടുള്ളത്. ദെൻ നെക്സ്റ്റ്, എന്താണ് കണ്ടക്ടേഴ്സ്, എന്താണ് ഇൻസുലേറ്റേഴ്സ് എന്നാണ് ഇനി അടുത്തതായിട്ട് നമ്മൾ പഠിക്കാനുള്ളത്. കണ്ടക്ടേഴ്സ് ആർ ദ സബ്സ്റ്റൻസ് ദാറ്റ് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ ദം. എന്താണ്? ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ കണ്ടക്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഇൻസുലേറ്റേഴ്സ് ആർ ദ സബ്സ്റ്റൻസസ് ദാറ്റ് ഡു നോട്ട് അലോ ഇലക്ട്രിസിറ്റി ടു പാസ് ത്രൂ. എന്താണ്? ഈ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യാത്ത സബ്സ്റ്റൻസിനെയാണ് നമ്മൾ ഇൻസുലേറ്റർ എന്നും വിളിക്കുന്നത്. അയൺ, ഗോൾഡ്, കോപ്പർ, സ്റ്റീൽ, ഗ്രാഫൈറ്റ് ആൻഡ് വാട്ടർ ആൻഡ് ഇലക്ട്രിക് കണ്ടക്ടേഴ്സ്. ഇതൊക്കെയാണ് കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത്. ഡ്രൈ വുഡൻ ബ്ലോക്ക്, പേപ്പർ, പ്ലാസ്റ്റിക്, ക്ലോത്ത് എക്സെട്ര ആർ ഇൻസുലേറ്റേഴ്സ്. ഇത്തരം സാധനങ്ങളൊക്കെ ഇൻസുലേറ്റേഴ്സുമാണ്. വെൻ വി ടേൺ ഓൺ എ സ്വിച്ച് ഡു വി ടച്ച് ദ പാർട്ട് ത്രൂ വിച്ച് ഇലക്ട്രിസിറ്റി പാസസ്. നിങ്ങൾ സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ വൈദ്യുതി കടന്നു പോകുന്ന ഭാഗങ്ങളിൽ നമ്മൾ ടച്ച് ചെയ്യാറുണ്ടോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ടച്ച് ചെയ്യാറുണ്ടോ? ഇല്ല, നമ്മൾ പ്ലാസ്റ്റിക്കിൽ മാത്രമാണ് ടച്ച് ചെയ്യാറ് അല്ലേ. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ചെമ്പ് കമ്പി ഉള്ളത്, അതിൽ നമ്മൾ ടച്ച് ചെയ്യാറില്ല. The parts we touch in electrical appliances are made of insulators. എന്താണ്? നമ്മുടെ ഇലക്ട്രിക്കൽ അപ്ലയൻസസിന്റെ എല്ലാ പാർട്സും, നമ്മൾ ടച്ച് ചെയ്യുന്ന പാർട്സ് ഒക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് ഇൻസുലേറ്റേഴ്സ് കൊണ്ടാണ്. അഥവാ അതിലൂടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യില്ല എന്നർത്ഥം. വാട്ട് അബൌട്ട് ദ പാർട്സ് ദാറ്റ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി? എന്താണ്? എന്നാൽ വൈദ്യുതി പാസ് ചെയ്യുന്ന ഭാഗങ്ങളോ അതൊക്കെ ഈ ഇതുപോലെയുള്ള ഇൻസുലേറ്റേഴ്സ് ആണോ? അല്ല, അവിടെ കണ്ടക്ടേഴ്സ് ആണ് ഉപയോഗിച്ചിട്ടുള്ളത്. There are many situations where conductors and insulators are used. നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ചുറ്റുപാടും ഇതുപോലെ ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് ഇൻസുലേറ്റേഴ്സും കണ്ടക്ടേഴ്സും യൂസ് ചെയ്യുന്നത്. ടാബ്ലറ്റ് സച്ച് എ സിറ്റുവേഷൻസ് യു ആർ ഫെമിലിയർ വിത്ത്. നിങ്ങൾക്ക് ഫെമിലിയർ ആയിട്ടുള്ള കുറച്ച് സിറ്റുവേഷൻസ് നിങ്ങളുടെ അടുത്ത് ഇവിടെ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, സിറ്റുവേഷൻ ഇൻ വിച്ച് കണ്ടക്ടേഴ്സ് ആർ യൂസ്ഡ്. കണ്ടക്ടേഴ്സ് യൂസ് ചെയ്യുന്നത് ദ കോപ്പർ വയർ ത്രൂ വിച്ച് ഇലക്ട്രിസിറ്റി പാസസ് ത്രൂ. നമ്മുടെ വയറിൽ കോപ്പർ ഉപയോഗിച്ചിരിക്കുന്നത് ഒരു കണ്ടക്ടേഴ്സ് ആണ്. ദെൻ വേറെന്തൊക്കെയാണുള്ളത്? അലുമിനിയം വയർ ഈസ് യൂസ്ഡ് ടു കണ്ടക്ട് ഇലക്ട്രിസിറ്റി ഇൻ ഹൗസസ്. നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് അലുമിനിയം വയർ ഉപയോഗിച്ചുകൊണ്ടുള്ള ഇലക്ട്രിസിറ്റിയാണ്. ദെൻ ഇൻ ഇലക്ട്രിക് ഡിവൈസസ് ദ പാർട്ട് ത്രൂ വിച്ച് ഇലക്ട്രിസിറ്റി പാസസ് ഇൻ മെയ്ഡ് ഓഫ് മെറ്റൽസ്. അതുപോലെ തന്നെ ഇലക്ട്രിസിറ്റിയുടെ മെറ്റൽസ് കൊണ്ടുണ്ടാക്കിയിട്ടുള്ള ഡിവൈസസുകൾ ഉണ്ട്. ദെൻ ഫ്യൂസ് വയേഴ്സ് ആർ മെയ്ഡ് ഓഫ് കണ്ടക്ടേഴ്സ്. ഫ്യൂസ് വയർ ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടക്ടേഴ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. ദെൻ നെക്സ്റ്റ് വൺ, സിറ്റുവേഷൻസ് ഇൻ വിച്ച് ഇൻസുലേറ്റേഴ്സ് ആർ യൂസ്ഡ്. ഇൻസുലേറ്റേഴ്സ് ഉപയോഗിക്കുന്ന സിറ്റുവേഷൻസ്. പ്ലാസ്റ്റിക് കോട്ടിംഗ് ഓവർ കോപ്പർ വയർ. എന്താണ്? കോപ്പർ വയർ കൊണ്ട് പൊതിഞ്ഞിരിക്കുന്ന പ്ലാസ്റ്റിക് ആണുള്ളത്. അതുപോലെ തന്നെ ഇൻസുലേറ്റിംഗ് ടേപ്സ് ആർ യൂസ്ഡ് വൈൽ കണക്റ്റിംഗ് ദ വയേഴ്സ്.
The parts we touch on the switches is made of plastic. Then in electric appliances the outer part is made of insulators. Insulators കൊണ്ടാണ് ഇലക്ട്രിക് അപ്ലയൻസസിൻ്റെ ഔട്ടർ പാർട്ടൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇത്രയും സിറ്റുവേഷൻസ് ആണ് നിങ്ങളിവിടെ എഴുതി കൊടുക്കേണ്ടത്. Then let's repeat the experiment that you have done to distinguish conductors and insulators. ഇൻസുലേറ്റേഴ്സും കണ്ടക്ടേഴ്സും ഉപയോഗിക്കുന്ന ഒരു എക്സ്പെരിമെൻറ്റ് നമുക്ക് ചെയ്തു നോക്കാനാണ് താഴെ പറഞ്ഞിട്ടുള്ളത്. Connect the ends A and B using each of the following substance. ഓരോ സബ്സ്റ്റൻസിലെയും രണ്ടിലെയും എയും ബിയും തമ്മിലൊന്ന് ടച്ച് ചെയ്യാനാണ്, കണക്ട് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ മെറ്റീരിയൽസ് അയൺ നെയിൽ, കോപ്പർ വയർ, സിൽവർ ഓർണമെന്റ്സ്, ഗോൾഡ് ഓർണമെന്റ്, അലുമിനിയം വയർ, എ പീസ് ഓഫ് സിങ്ക്, ലെഡ് വയർ, മാഗ്നീഷ്യം റിബൺ, എ പീസ് ഓഫ് ടിൻ ഷീറ്റ്. ഇനി ഡു ഓൾ സബ്സ്റ്റൻസസ് കണ്ടക്ട് ഇലക്ട്രിസിറ്റി, ഇതിലെല്ലാ സബ്സ്റ്റൻസുമായിട്ട് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്താണ്? യെസ്. ഡു ദീസ് സബ്സ്റ്റൻസ് ഹാവ് എനി കോമൺ ക്യാരക്ടറിസ്റ്റിക്സ്, ഇതിന് എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടോ? ഉണ്ട്. എന്താണ്? ദേ ഓൾ ആർ മെറ്റൽസ് ആണ്, ഇതെല്ലാം മെറ്റൽസ് ആണ്. ദെൻ ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ്, അതും നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. കണ്ടക്ടേഴ്സ് എന്ന് പറയുന്നത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന സാധനങ്ങളാണ്. യു ഹാവ് അണ്ടർസ്റ്റുഡ് ദാറ്റ് ഓൾ മെറ്റൽസ് ആർ കണ്ടക്ടേഴ്സ് ഓഫ് ഇലക്ട്രിസിറ്റി, നമുക്ക് മനസ്സിലായി എല്ലാ മെറ്റൽസ് എന്ന് പറയുന്നതും ഇലക്ട്രിസിറ്റിയുടെ ഒരു കണ്ടക്ടേഴ്സ് ആണ്, നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിച്ചു. എന്താണ് മെറ്റൽസ് എന്നിവിടെ പറയുന്നുണ്ട്. അപ്പോൾ കൂട്ടുകാർ അതൊന്ന് വായിച്ചു നോക്കുക, നമ്മുടെ വീഡിയോ ലെങ്ത് ആവും, അതുകൊണ്ടാണ്. Then in the circuit you have made the electricity from the battery reaches the bulb through the metal wire coated with plastic. എന്താണ് ഇവിടെ നമ്മൾ ഈ സർക്യൂട്ടിലൊക്കെ ഉപയോഗിച്ചിട്ടുള്ള വയർ എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാണ്? നമ്മുടെ ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന വയറുകളാണ് അല്ലേ. അതെന്തുകൊണ്ടാണ്? അതിൽ നമ്മുടെ എന്താണുള്ളത്? നമ്മുടെ സ്റ്റീൽ കമ്പി ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. അപ്പോൾ അതിലൂടെയാണ് അത് ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുക. അതിൻ്റെ പുറം എന്ന് പറയുന്നത് പ്ലാസ്റ്റിക് കൊണ്ടുള്ളതാണ്. വി യൂസ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് മെറ്റാലിക് വയേഴ്സ് ഇൻ അവർ ഹോം. നമ്മുടെ വീട്ടിലും ഇതുപോലെ മെറ്റാലിക് ആയിട്ടുള്ള ഒരുപാട് വയേഴ്സ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. റിമൂവ് ദ ഇൻസുലേഷൻ ആൻഡ് എക്സാമിൻ ദ മെറ്റാലിക് വയേഴ്സ് ഇൻസൈഡ്. അപ്പോൾ നമ്മൾ അതിൻ്റെ മേലെയുള്ള ആ ഇൻസുലേഷൻ നമ്മളൊന്ന് റിമൂവ് ചെയ്തിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള വയറൊക്കെ നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും. ഓക്കെ. ദെൻ നെക്സ്റ്റ് വൺ, which metal do we normally use to transmit electricity through electric lines? ഇലക്ട്രിക് ലൈൻസിൽ നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് മെറ്റൽസ് ആണ്? നമ്മൾ ഉപയോഗിക്കുന്നത്? നമ്മളവിടെ അലുമിനിയം ആണ് ഉപയോഗിക്കുന്നത്. വാട്ട് ഈസ് ദ റീസൺ ഫോർ നോട്ട് യൂസിങ് കോപ്പർ വയർ ഇൻ ഇലക്ട്രിക് ലൈൻസ്? ഇൻക്വയർ. എന്താണ് നമ്മുടെ ഇലക്ട്രിക് ലൈനിൽ എന്തുകൊണ്ടാണ് നമ്മൾ കോപ്പർ വയർ ഉപയോഗിക്കാത്തത്? അതൊന്ന് എൻക്വയറി ചെയ്യാനാണ് നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. എന്തുകൊണ്ടാണ്? കോപ്പർ വയർ ഈസ് നോട്ട് യൂസ്ഡ് ഫോർ ഇലക്ട്രിക് ലൈൻസ് ഡ്യൂ ടു ഫോളോയിങ് റീസൺസ്. കുറച്ച് റീസൺസ് ഉള്ളത് കൊണ്ടാണ്. ഫസ്റ്റ് വൺ, കോപ്പർ ഈസ് മോർ എക്സ്പെൻസീവ് ദാൻ അലുമിനിയം. അലുമിനിയത്തിനേക്കാൾ എക്സ്പെൻസീവ് ആണ് നമ്മുടെ കോപ്പർ എന്ന് പറയുന്നത്. ദെൻ കോപ്പർ ഈസ് ഡെൻസർ ആൻഡ് ഹെവിയർ ദാൻ അലുമിനിയം, മേക്കിംഗ് ഇറ്റ് മോർ ഡിഫിക്കൽട്ട് ടു സപ്പോർട്ട് ആൻഡ് മെയിൻറ്റെയിൻ, എസ്പെഷ്യലി ഫോർ ഓവർ ഹെഡ് ലൈൻസ്. അത് മെയിൻറ്റെയിൻ ചെയ്യാനും അതുപോലെ തന്നെ അത് സപ്പോർട്ട് ചെയ്യാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടും കൂടെയാണ് നമ്മൾ ഇവിടെ എന്തുപയോഗിക്കുന്നത്? അലുമിനിയം വയർ നമ്മുടെ ഇലക്ട്രിക് ലൈനിലൊക്കെ ഉപയോഗിക്കുന്നത്. ദെൻ നെക്സ്റ്റ് വൺ, ലെറ്റ്സ് ഗെറ്റ് ടു നോ മോർ ഇലക്ട്രിക് സർക്യൂട്ട്. നമുക്ക് ഇലക്ട്രിക് സർക്യൂട്ടിനെ കുറിച്ചിട്ട് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ ഫാർ വി ഹാവ് മെയ്ഡ് ഇലക്ട്രിക് സർക്യൂട്ട് യൂസിങ് LEDs. ക്യാൻ യു മേക്ക് മോർ സർക്യൂട്ട് ബൈ യൂസിങ് അതർ ഡിവൈസസ്? ഒബ്സർവ് ദ പിക്ചേഴ്സ്. ഇവിടെ താഴെ നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് ഒരുപാട് സർക്യൂട്ടുകൾ ഉണ്ടാക്കാൻ കഴിയുമെന്നാണ് നമ്മളെടുത്ത് പറഞ്ഞിട്ടുള്ളത്. ദെൻ യു മേ ബി ഫെമിലിയർ വിത്ത് ദ മെറ്റീരിയൽസ് ഷോൺ ദ പിക്ചേഴ്സ്. നമ്മൾ ഈ പിക്ചറിൽ കാണുന്ന മെറ്റീരിയൽസ് ഒക്കെ ഒരു എന്താ പറയുക, കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാവുന്ന മെറ്റീരിയൽസ് ആയിരിക്കും. ലെറ്റ്സ് ട്രൈ ടു മേക്ക് ഡിഫറെൻറ്റ് സർക്യൂട്ട് യൂസിങ് ദം. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് വ്യത്യസ്ത സർക്യൂട്ടുകളൊക്കെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. വർക്കിംഗ് ഗ്രൂപ്പ്സ് ആൻഡ് അറേഞ്ച് സർക്യൂട്ട് ഇൻ മെനി ബോർഡ്സ് ലൈക്ക് ഹാർഡ് ബോർഡ്, കാർഡ്ബോർഡ് ആൻഡ് എ കോക്ക് ഷീറ്റ്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് കാർഡ്ബോർഡ്, ഹാർഡ് ബോർഡ്, കോക്ക് ഷീറ്റ് തുടങ്ങിയ ഏതെങ്കിലും ബോർഡുകളൊക്കെ സർക്യൂട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാവുന്നതാണ്. പ്രസന്റ് ദീസ് സർക്യൂട്ട്സ് ബിഫോർ ദ ക്ലാസ്. ലെറ്റ് ഈച്ച് ഗ്രൂപ്പ് എക്സാമിൻ ദ സർക്യൂട്ട്സ് മെയ്ഡ് ബൈ അതർ ഗ്രൂപ്പ്. അതുപോലെ തന്നെ നിങ്ങൾ ഗ്രൂപ്പായിട്ട് ഇത് ഉണ്ടാക്കിയതിന് ശേഷം ഓരോ ഗ്രൂപ്പും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒന്ന് നോക്കിയിട്ട് ഏതൊക്കെയാണ് ഡിഫറെൻ്റ് ആയിട്ടുള്ള സർക്യൂട്ടുകൾ അവരൊക്കെ ഉണ്ടാക്കിയിട്ടുള്ളത് എന്നൊക്കെ നിങ്ങൾ മനസ്സിലാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതൊക്കെ ക്ലാസ്സിൽ ചെയ്യേണ്ട പ്രവർത്തനങ്ങളാണ്. ഒരു സർക്യൂട്ട്, ബോട്ടം ഓഫ് ദ ബോർഡ്, ടോപ്പ് പാർട്ട് ഓഫ് ദ ബോർഡ്, അതൊക്കെയാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഹാവൻറ്റ് യു prepared separate circuit for operating LED module and a mini motor. നിങ്ങൾ ഇതുപോലെ മിനി മോട്ടോറൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്
LED പ്രവർത്തിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ, അത്തരത്തിലൊക്കെ നിങ്ങൾ തയ്യാറാക്കിയിട്ടും ഉണ്ടാവും. വാട്ട് വിൽ ഹാപ്പൻ ഇഫ് യു ഇൻക്ലൂഡ് ഓൾ ഓഫ് ദം ഇൻ ദ സെയിം സർക്യൂട്ട്? ഒരു സർക്യൂട്ടിൽ തന്നെ ഇവയെല്ലാം കൂടെ ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എന്താണ് അവിടെ സംഭവിക്കുക? വീട്ടിലൊരു സ്വിച്ച് ഓൺ ചെയ്യുമ്പോൾ എല്ലാ ഉപകരണങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കാറുണ്ടോ? ഇല്ല അല്ലേ, ഓരോന്നിനും സെപ്പറേറ്റ് ആയിട്ടുള്ള സ്വിച്ചുകളാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ചെക്ക് ഹൗ മെനി സർക്യൂട്ട് ആർ ദർ ഇൻ യുവർ ക്ലാസ് റൂം. നിങ്ങളുടെ ക്ലാസ് റൂമിൽ എത്ര സർക്യൂട്ടുകൾ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് നിങ്ങൾ നോക്കുക. വാട്ട് ടൂൾസ് ഡിഡ് യു യൂസ് ടു മേക്ക് ദ സർക്യൂട്ട്? നിങ്ങൾ സർക്യൂട്ട് ഉണ്ടാക്കാൻ എന്തൊക്കെയാണ് ഉപയോഗിച്ചിട്ടുള്ളത്? ഹാവിൻറ്റ് യു സീൻ ഇലക്ട്രീഷ്യൻസ് യൂസ് ഡിഫറെൻറ്റ് ടൂൾസ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസസ് സച്ച് ആസ് കട്ടിംഗ് വയേഴ്സ്, സ്ട്രിപ്പിംഗ് ഓഫ് ഇൻസുലേഷൻ ആൻഡ് ടെസ്റ്റിംഗ് ഇലക്ട്രിക് കറൻറ്റ്? ഇലക്ട്രീഷ്യന്മാർ, ഇത് കറണ്ടൊക്കെ നേരാക്കുന്ന ഇലക്ട്രീഷ്യന്മാർ ഇതുപോലെ ഒരുപാട് ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ, അതൊക്കെ ഒന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ താഴെ തന്നിട്ടുണ്ട് കട്ടിംഗ് പ്ലെയേഴ്സ്, സ്ട്രിപ്പർ, സ്ക്രൂ ഡ്രൈവർ, ടെസ്റ്റർ, ഇതൊക്കെ തന്നിട്ടുണ്ട്. ഫൈൻഡ് ഔട്ട് ദ യൂസസ് ഓഫ് ഈച്ച് ദ അബൌട്ട് ടൂൾസ് ഫ്രം ദ ഇലക്ട്രീഷ്യൻ. ഇലക്ട്രീഷ്യൻ ഉപയോഗിക്കുന്ന ഇതിൻ്റെയൊക്കെ യൂസ് എന്താണെന്ന് നിങ്ങളുടെ അടുത്തൊന്ന് കണ്ടെത്താൻ പറഞ്ഞിട്ടുണ്ട്. കട്ടിംഗ് പ്ലെയേഴ്സ് എന്തിനാണ്? കട്ടിംഗ് പ്ലെയർ ഫോർ കട്ടിംഗ് വയർ ആണ് അല്ലേ. സ്ട്രിപ്പർ എന്ന് പറയുന്നതോ സ്ട്രിപ്പിംഗ് ഓഫ് ഇൻസുലേഷൻ ആണ്. സ്ക്രൂ ഡ്രൈവർ എന്ന് പറയുന്നത് ടൈറ്റനിങ് ഓർ ലൂസിങ് ദ സ്ക്രൂസ്. ദെൻ ടെസ്റ്റർ എന്ന് പറയുന്നത് ടെസ്റ്റിംഗ് ഇലക്ട്രിക് കറന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇതിനൊക്കെയാണ് ഇലക്ട്രീഷ്യൻസ് ഇതൊക്കെ ഉപയോഗിക്കാറുള്ളത്. ദെൻ നെക്സ്റ്റ് വൺ സിംബൽസ് ആണ്. ഹൗ മെനി സർക്യൂട്ട്സ് ഡിഡ് ഈച്ച് ഗ്രൂപ്പ് മെയ്ഡ്? ഓരോ ഗ്രൂപ്പും എത്ര സർക്യൂട്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത്? അപ്പോൾ നിങ്ങളിതൊക്കെ ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് നിങ്ങളുടെ ക്ലാസ്സിലെ പ്രവർത്തനങ്ങളൊക്കെ അനുസരിച്ച് പോകുന്ന ഒരു ചാപ്റ്ററാണ്. ഓക്കെ, റൈറ്റ് ഡൗൺ ദ മെറ്റീരിയൽസ് യൂസ്ഡ് ഇൻ ദ ഈച്ച് സർക്യൂട്ട്. ഓരോ സർക്യൂട്ടിലും ഉപയോഗിച്ചിട്ടുള്ള മെറ്റീരിയൽസ് ഒക്കെ ഒന്ന് എഴുതാൻ പറഞ്ഞിട്ടുണ്ട്. സർട്ടൻ സൈൻസ് ആർ യൂസ്ഡ് ടു ഇൻഡിക്കേറ്റേഴ്സ് ദ കോമ്പണൻസ് ഇൻ സർക്യൂട്ട്. സർക്യൂട്ടിൽ കാണുന്ന ഓരോന്നിനെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്ന സിമ്പിൾസ് ആണ് താഴെ തന്നിട്ടുള്ളത്. അപ്പോൾ ഈ സിമ്പിൾസ് നമുക്കൊന്ന് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫസ്റ്റ് വൺ കണ്ടക്റ്റിംഗ് വയർ ആണ്. ദെൻ സ്വിച്ച് ഓഫ് മോഡ്, സ്വിച്ച് ഓൺ മോഡ്, സെല്ല്, ബാറ്ററി ആൻഡ് അൺലൈറ്റ് ബൾബ്, എ ഗ്ലോയിങ് ബൾബ്, പസർ, മിനി മോട്ടോർ, LED. ഇത് അതിൻ്റെ സൈനൊക്കെ നിങ്ങൾ പഠിച്ചു വെക്കുക, എക്സാമിനൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. ദെൻ ഒബ്സർവ് ദ ഗിവൺ സർക്യൂട്ട്, ഐഡൻറ്റിഫൈ ദ പാർട്സ്, മാർക്ക് A, B, C and D. താഴെയുള്ള സർക്യൂട്ട് നോക്കിയിട്ട് അതിൽ ABCD എന്താണെന്ന് ഒബ്സർവ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ സർക്യൂട്ട് 1 നമുക്ക് നോക്കാം. A എന്ന് പറയുന്നത് അൺലൈറ്റ് ബൾബാണ്. B എന്ന് പറയുന്നത് സെല്ലാണ്. C എന്ന് പറയുന്നത് സ്വിച്ച് ഓഫ് മോഡാണ്. D എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് വയറാണ്. ഓക്കെ, ദെൻ സർക്യൂട്ട് 2-ലാണെങ്കിലോ A എന്ന് പറയുന്നത് എ ഗ്ലോയിങ് ബൾബ്, B എന്ന് പറയുന്നത് സെല്ല്, C എന്ന് പറയുന്നത് സ്വിച്ച് ഓൺ മോഡ്, D എന്ന് പറയുന്നത് കണ്ടക്റ്റീവ് വയറാണ്. അപ്പോൾ അത് നിങ്ങൾ അവിടെ എഴുതി കൊടുക്കുക. വാട്ട് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ടു സർക്യൂട്ട്? ഈ രണ്ട് സർക്യൂട്ടും നമ്മുടെ ഡിഫറൻസ് എന്താണ്? ഫസ്റ്റ് സർക്യൂട്ട് ഓപ്പൺ സർക്യൂട്ടും സെക്കൻഡ് സർക്യൂട്ട് ക്ലോസ് സർക്യൂട്ടുമാണ് അല്ലേ. അതുകൊണ്ടാണ് അവിടെ ബൾബ് ക്ലോസ് ചെയ്തത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഡ്രോ ദ സർക്യൂട്ട് യു ഹാവ് ഓൾറെഡി മെയ്ഡ് യൂസിങ് ദ സിംബൽസ്. ഇതുപോലെ നിങ്ങൾ മെയ്ഡ് ചെയ്തിട്ടുള്ള സർക്യൂട്ട് ഇതുപോലെ സിംബൽ വെച്ച് വരയ്ക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിനാണ് നമ്മൾ മേലെ സിംബൽസ് ഒക്കെ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾ വരച്ചു നോക്കുക. ദെൻ നെക്സ്റ്റ് വൺ ഫ്രം സർക്യൂട്ട് ടു ഡിവൈസ് എന്നുള്ളതാണ്. സർക്യൂട്ടിൽ നിന്ന് ഡിവൈസിലേക്ക് എങ്ങനെയാണ് ഇതൊക്കെ പോകുന്നത് എന്നാണ് അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. ദെൻ we can use 9-watt battery and LED module for making an emergency lamp. എന്താണ് LED മൊഡ്യൂളും 9V ബാറ്ററിയും ഉപയോഗിച്ചുകൊണ്ട് നമ്മളൊരു എമർജൻസി ലാമ്പ് നിർമ്മിക്കാം. ദെൻ ഹൗ വിൽ യു കണക്ട് ദം ടു മേക്ക് എ സർക്യൂട്ട്? എങ്ങനെയാണ് ഇതിനൊരു സർക്യൂട്ടായിട്ട് നിങ്ങൾ ബന്ധിപ്പിക്കുക ഒന്ന് വരച്ച് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ക്ലാസ് റൂമിൽ നിങ്ങൾക്ക് ചെയ്യാവുന്ന ആക്ടിവിറ്റിയാണ്. ആഫ്റ്റർ അറേഞ്ച് ദ സർക്യൂട്ട് ചെക്ക് വെദർ ദ LED ഗ്ലോസ്. അതൊക്കെ സർക്യൂട്ടൊക്കെ അറേഞ്ച് ചെയ്തതിന് ശേഷം നിങ്ങൾ ചെക്ക് ചെയ്യുക എന്താണ് LED പ്രകാശിക്കുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത്. ദെൻ നൗ വി നീഡ് എ സ്റ്റാൻഡ് ഓൾസോ. ഇനി അടുത്തത് നമുക്കൊരു സ്റ്റാൻഡൊക്കെയാണ് വേണ്ടത്. എന്തിനാണ്? ദ ഈസി വേ ഓഫ് മേക്കിംഗ് എ സ്റ്റാൻഡ് ഈസ് ഗിവൺ ഇൻ ദ ഫിഗർ 1, 2, 3, 4. ഇവിടെ 1, 2, 3, 4 നമുക്ക് ഈ ഫിഗറൊക്കെ തന്നിട്ടുണ്ട്. അതൊക്കെ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കണ്ട, ഇവിടെ തന്നിട്ടുണ്ട് എങ്ങനെയാണ് ഒരു സ്റ്റാൻഡ് ഉണ്ടാക്കേണ്ടത് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഈ ചിത്രം നോക്കിയിട്ട് അതുപോലെ നിങ്ങൾ സ്റ്റാൻഡൊക്കെ ഉണ്ടാക്കുക. അതുപോലെ എന്തൊക്കെയാണ് ഇവിടെ കുറച്ച് അറ്റൻഷൻസ് ഒക്കെ തന്നിട്ടുണ്ട്. ആ പോയിന്റ്സ് ഒക്കെ നിങ്ങൾ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു എമർജൻസി ലാമ്പും കൂടെ ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ ചെയ്തു നോക്കുക. എന്നിട്ട് അതൊക്കെ വർക്ക് ആവുന്നുണ്ടോ എന്നും കൂടെ നോക്കുക. ദെൻ അടുത്തത് നമുക്ക് നോക്കാനുള്ളത് വാട്ട് ആർ ദ തിങ്സ്
ഹൗസ് ഹോൾഡ് ഇലക്ട്രിസിറ്റിയെ കുറിച്ചിട്ടാണ് ഇനി അടുത്തതായിട്ട് നോക്കാനുള്ളത്. ബാക്കിയൊക്കെ വായിച്ചു പോകാനുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് കൂട്ടുകാരൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കിയാൽ മാത്രം മതി. അടുത്തത് ഹൗസ് ഹോൾഡ് ഇലക്ട്രിസിറ്റിയെ കുറിച്ചിട്ടാണ്. വി ഹാവ് യൂസ്ഡ് എ 9 watt ബാറ്ററി ടു മേക്ക് ആൻ എമർജൻസി ലാമ്പ്. നമ്മൾ എമർജൻസി ലാമ്പ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിച്ചത് എന്താണ്? നമ്മുടെ 9 watt ബാറ്ററി ആണല്ലോ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. ദെൻ വിൽ വി ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക് ഇഫ് യു ടച്ച് ദ വയർ കണക്റ്റഡ് ടു ദ ബാറ്ററി. ഈ ബാറ്ററിയുമായിട്ട് നമ്മൾ വയർ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, അത് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ഏൽക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഉണ്ടോ? ഇല്ല. If somehow the electricity used at home passes through our body, it can cause electric shock. പക്ഷേ നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന ഇലക്ട്രിസിറ്റി ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഷോക്ക് ഏൽക്കും അല്ലേ? വാട്ട് ഈസ് ദ റീസൺ? എന്താണ് അതിൻ്റെ കാരണം എന്ന് പറയുന്നത്? ദ ഇലക്ട്രിസിറ്റി വി യൂസ്ഡ് അറ്റ് ഹോം ഈസ് ഓഫ് 230 watt ആണ്. അത് 230 വാട്ടിൻ്റെ ഇലക്ട്രിസിറ്റി ആണ്. അതുകൊണ്ടാണ് നമ്മളത് ടച്ച് ചെയ്യുമ്പോൾ നമുക്ക് ഷോക്ക് ഏൽക്കുന്നത്. ദെൻ ഇറ്റ് ഈസ് നോട്ട് സേഫ് ടു യൂസ് ഹൈ വോൾട്ടേജ് ഇലക്ട്രിസിറ്റി വൈൽ കണ്ടക്ടിങ് എക്സ്പെരിമെൻറ്റ്. അപ്പം നമുക്ക് എക്സ്പെരിമെൻ്റ് ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും വാട്ടുള്ള ഒരു വോൾട്ടേജ് ഉള്ളത് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി സാധിക്കില്ല. പെട്ടെന്ന് നമുക്ക് ഷോക്കും അതുപോലെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാൻ വേണ്ടി സാധിക്കും. ഇനി അടുത്തത് എന്താണ് ഇലക്ട്രിക് ഷോക്ക് എന്ന് പറയുന്നത്? വി ഗെറ്റ് ആൻ ഇലക്ട്രിക് ഷോക്ക് വെൻ ഇലക്ട്രിക് കറന്റ് പാസസ് ത്രൂ അവർ ബോഡി. നമ്മുടെ ശരീരത്തിലൂടെ ഇലക്ട്രിക് കറന്റ് പാസ് ചെയ്യുമ്പോഴാണ് നമുക്ക് എന്താകുന്നത്? ഷോക്ക് ഏൽക്കുന്നത്. അവർ ബോഡി ഈസ് ആൻ ഇലക്ട്രിക് കണ്ടക്ടർ സിൻസ് വാട്ടർ ഈസ് പ്രസന്റ് ഇൻ ലിവിങ് സെൽസ്. നമ്മുടെ ശരീരത്തിലുള്ള സെൽസിലൊക്കെ വാട്ടർ കണ്ടക്ടർ ഉണ്ട്. വാട്ടർ എന്ന് പറയുന്നത് ഒരു കണ്ടക്ടറാണ്, നമ്മൾ പഠിച്ചു. അപ്പോൾ അവിടെ എന്താണ്? ഇലക്ട്രിക് ഷോക്ക് ഒക്കേഴ്സ് വെൻ എ ബ്രോക്കൺ പവർ ലൈൻ ഓൺ ആൻ external electric source like an uninsulated circuit comes into contact with the body. Sometimes this causes a severe burns. Cardiac arrest is a major reason for death due to electric shock. എന്താണ് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള കാരണം എന്ന് പറയുന്നത്? നമുക്ക് ഇത്തരത്തിൽ നമ്മുടെ ശരീരത്തിലുണ്ട്. അപ്പോൾ അത് പെട്ടെന്ന് ഉണ്ടാകുമ്പോൾ ഒന്നുകിൽ നമ്മുടെ ശരീരത്തിൽ വലിയ പൊള്ളൽ ഏൽക്കാനുള്ള ചാൻസ് കൂടുതലാണ്. അല്ലാന്നുണ്ടെങ്കിൽ എന്താണ്? അവിടെ ഒരു കാർഡിയാക് അറ്റാക്ക് അഥവാ ഹൃദയാഘാതം ഉണ്ടാകാനുള്ള കാരണവും കൂടുതലാണ്. Next one, observe the given situations. Find out the situations in which there is a chance of electric shock and put a tick mark in the appropriate box. ഇവിടെ കുറേ കാരണങ്ങൾ തന്നിട്ടുണ്ട്. അത് ശരിക്കും നമുക്ക് ഇത് ഏൽക്കാനുള്ള കാരണങ്ങൾ ഏതൊക്കെയാണെന്ന് ടിക്ക് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് ആയത് പറഞ്ഞു തരാം. ഫസ്റ്റ് വൺ, ചേഞ്ചിങ് ബൾബ് വെൻ ദ സ്വിച്ച് ഈസ് ഓൺ. സ്വിച്ച് ഓൺ ആയിരിക്കുമ്പോൾ നമ്മൾ ബൾബ് ചേഞ്ച് ചെയ്യുന്നത്. ദെൻ സെക്കൻഡ് വൺ, ടേണിങ് ഓൺ എ സ്വിച്ച് വിത്ത് എ വെറ്റ് ഹാൻഡ് കൊണ്ട് സ്വിച്ചൊക്കെ ഓൺ ചെയ്യുന്നത്. ദെൻ അതുപോലെ തന്നെ റിമൂവിങ് ദ ബൾബ് ഇൻ വിത്തൗട്ട് സ്വിച്ചിങ് ഓഫ്. നമ്മൾ ബൾബൊക്കെ റിമൂവ് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യാതെ. പ്ലഗ് റിമൂവ് ചെയ്യുക, സ്വിച്ച് ഓഫ് ചെയ്യാതെ. അതുപോലെ തന്നെ യൂസിങ് വയേഴ്സ് വിത്തൗട്ട് പ്രോപ്പർ ഇൻസുലേഷൻ പ്രോപ്പറായിട്ട് കൊടുക്കാതെ വയേഴ്സ് ഒക്കെ ഉപയോഗിക്കുന്നത്. റിപ്പയറിംഗ് ഡിവൈസസ് വൈൽ സ്വിച്ചസ് ആർ ടേൺ ഓൺ. അതുപോലെ തന്നെ സ്വിച്ചൊക്കെ ഓൺ ചെയ്തിട്ട് നമ്മൾ എന്തെങ്കിലുമൊക്കെ റിപ്പയർ ചെയ്യുമ്പോഴൊക്കെ നമുക്ക് ഇലക്ട്രിക് ഷോക്ക് ഏൽക്കാനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. ഓക്കെ, അപ്പോൾ ഈ ടിക്ക് ചെയ്തതൊക്കെയാണ് കറക്റ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് വൺ, haven't you found out the situations in which you are like to get an electricity shock? നമ്മളിപ്പോൾ മനസ്സിലായി നമുക്ക് എന്തൊക്കെയാണ് ഇലക്ട്രിസിറ്റി ഷോക്ക് ഏൽക്കാനുള്ള കാരണങ്ങൾ എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ഹാസ് എനിവൺ ഇൻ യുവർ ഹൗസ് എക്സ്പീരിയൻസ് എ സിവിയർ ഷോക്ക്? നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ആർക്കെങ്കിലും ഒരു സിവിയർ ഷോക്ക് ഉണ്ടായിട്ടുണ്ടോ? ഇഫ് സോ, ഇൻ വാട്ട് കോണ്ടെക്സ്റ്റ് ഡിഡ് ഇറ്റ് ഹാപ്പൻ? എന്തുകൊണ്ടാണ് ഇങ്ങനെ ഉണ്ടായിട്ടുള്ളത് എങ്കിൽ അതിൻ്റെ സിറ്റുവേഷൻ എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ അടുത്ത് നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഷെയർ യുവർ എക്സ്പീരിയൻസ് വിത്ത് ദ ക്ലാസ്. നിങ്ങളുടെ എക്സ്പീരിയൻസ് ക്ലാസ്സിൽ ഒന്ന് ഷെയർ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. വാട്ട് ആർ ദ പ്രിക്വേഷൻസ് ടു ബി ടേക്കൻ വൈൽ ഹാൻഡ്ലിംഗ് ദ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്? നമ്മൾ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെ പ്രിക്വേഷൻസ് ആണ് നമ്മൾ എടുക്കാനുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റൈറ്റ് ഡൗൺ ഇൻ ദ സയൻസ് ഡയറി. നിങ്ങളടുത്ത് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്തൊക്കെയാണ്? നമ്മളെപ്പോഴും ഓൾവേസ് റീഡ് ആൻഡ് മാനുഫാക്ചേഴ്സ് ഇൻസ്ട്രക്ഷൻസ് ആൻഡ് സേഫ്റ്റി ഗൈഡ് ലൈൻസ് ബിഫോർ യൂസിങ് ആൻ ഇലക്ട്രിക്കൽ അപ്ലയൻസസ്. നമ്മളൊരു ഇലക്ട്രിക്കൽ അപ്ലയൻസസ് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ മുന്നേ തന്നെ അതിൻ്റെ ഗൈഡ് ലൈൻസ് ഒക്കെ നമ്മളൊന്ന് വായിച്ച് മനസ്സിലാക്കണം. സ്വിച്ച് ഓഫ് ആൻഡ് അൺപ്ലഗ് അപ്ലയൻസസ് വെൻ നോട്ട് ഇൻ യൂസ്. നമ്മൾ ഉപയോഗിക്കുന്നില്ല എങ്കിൽ നമ്മൾ അതെന്താണ് സ്വിച്ച് ഓഫ് ചെയ്തിട്ട് അൺപ്ലഗ് ചെയ്ത് വെക്കുകയാണ് വേണ്ടത്. കീപ് അപ്ലയൻസസ് എവേ ഫ്രം
ഫ്ലാമബിൾ മെറ്റീരിയൽസ്, അതുപോലെ തന്നെ ഫ്ലാമബിൾ മെറ്റീരിയൽസിൻ്റെ അടുത്ത് നോക്കി ഇതൊക്കെ മാറ്റി വെക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നെവർ ഹാൻഡിൽ ഇലക്ട്രിക്കൽ അപ്ലയൻസസ് വിത്ത് വെറ്റ് ഹാൻഡ് ടു അവോയ്ഡ് ഇലക്ട്രിക്കൽ ഷോക്ക്. അതുപോലെ തന്നെ വെറ്റ് ഹാൻഡ് കൊണ്ട് നമ്മൾ ഒരിക്കലും ഇതൊന്നും ഉപയോഗിക്കാൻ പാടില്ല. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്തത് എന്താണ് ലൈറ്റനിങ് ആൻഡ് ഇലക്ട്രിസിറ്റി? മിന്നലും വൈദ്യുതിയും തമ്മിൽ എന്താണ്? നമുക്കറിയാം മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മിന്നേറ്റു മരിച്ചു എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഹാവൻ യു നോട്ടീസ് ദ ലൈറ്റനിങ് ഡ്യൂറിങ് റൈനിങ് സീസൺ? റൈനിങ് സീസണിൽ നമ്മൾ ഇതുപോലെ മിന്ന് ഉണ്ടാവുന്നത്, നമ്മൾ ലൈറ്റനിങ് ഉണ്ടാവുന്നത് ശ്രദ്ധിച്ചിട്ടുണ്ട് അല്ലേ. ക്ലൗഡ്സ് ഹാവ് എ വെരി ഹൈ ഇലക്ട്രിക്കൽ ചാർജ്. നമ്മുടെ ക്ലൗഡ്സിന് ഇലക്ട്രിക്കൽ ചാർജ് വളരെയധികം കൂടുതലാണ്. ലൈറ്റനിങ് ഈസ് കോസ്ഡ് ബൈ ട്രാൻസ്ഫർ ഓഫ് ചാർജ് ഇൻ ക്ലൗഡ്സ് ടു നിയർ ബൈ ക്ലൗഡ്സ് ഓർ ടു ദ എർത്ത്. അവിടെ എന്താണ്, ക്ലൗഡിൽ നിന്ന് ചാർജ് അടുത്തുള്ള മേഘങ്ങളിലേക്കോ ഭൂമിയിലേക്കോ കൈമാറ്റം ചെയ്യുന്നതിനാണ് മിന്നൽ ഉണ്ടാവുന്നത്. അങ്ങനെ കൈമാറ്റം, ഒരു ചേഞ്ച് ഉണ്ടാകുമ്പോഴാണ് അവിടെ മിന്നൽ എന്ന സംഭവം, പ്രതിഭാസം ഉണ്ടാകുന്നത്. ലൈറ്റനിങ് സ്ട്രൈക്സ് കോസ് ആക്സിഡൻറ്റ്സ് ബിക്കോസ് ഇറ്റ്സ് എ വെരി പവർഫുൾ ഇലക്ട്രിക്കൽ കറന്റ്. ഇതുകൊണ്ട് ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് മിന്നലൊക്കെ ഏൽക്കാനുള്ള, ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. കാരണം എന്താണ്, വളരെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഇലക്ട്രിക്കൽ കറന്റ് ആണത്, അതുകൊണ്ടാണ്. ഇൻ കേസ് ഓഫ് ഇലക്ട്രിക്കൽ ഷോക്ക്, അടുത്തത് നമുക്ക് ഇലക്ട്രിക്കൽ ഷോക്ക് ഏൽക്കുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാനുള്ളത്, എന്തൊക്കെയാണ് കൂട്ടുകാർ ശ്രദ്ധിക്കേണ്ടത് എന്നൊക്കെയാണ് പറയുന്നത്. വാട്ട് ഹാപ്പൻസ് ഇഫ് യു ട്രൈ ടു ടച്ച് അവർ മൂവ് സം ഹൂ ഈസ് എക്സ്പീരിയൻസിങ് ആൻ ഇലക്ട്രിക്കൽ ഷോക്ക്? ഒരാൾക്ക് ഇലക്ട്രിക്കൽ ഷോക്ക് ഉണ്ടാകുമ്പോൾ നമ്മൾ അയാളെ ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുക? നമുക്കും കൂടെ ആ ഷോക്ക് ഏൽക്കും. വോണ്ട് വി ഓൾസോ ഗെറ്റ് ദ ഷോക്ക്? നമുക്കും കൂടെ ഷോക്ക് ഏൽക്കുമോ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. തീർച്ചയായിട്ടും. Then hence one should never touch a person who has an electrical shock. എന്താണ്, ഒരാൾക്ക് ഇലക്ട്രിക്കൽ ഷോക്ക് ഏൽക്കുമ്പോൾ നമ്മൾ ഒരു കാരണവശാലും അയാളെ തൊടാൻ പാടില്ല. What are the things to be done immediately to save a person who has suffered an electrical shock? ഒരാൾ ഇലക്ട്രിക്കൽ ഷോക്ക് ഏൽക്കുമ്പോൾ നമ്മൾ അയാൾക്ക് എന്തൊക്കെയാണ് ഇമ്മീഡിയറ്റ് ആയിട്ട് ചെയ്തു കൊടുക്കേണ്ടത് എന്നാണ് പറയുന്നത്. The first thing to be done is to disconnect the ഇലക്ട്രിക് കോണ്ടാക്റ്റ് പെട്ടെന്ന് തന്നെ ഡിസ്കണക്ട് ചെയ്യുക എന്നാണ് ആദ്യം ചെയ്യേണ്ടത്. യു ക്യാൻ സ്വിച്ച് ഓഫ് ഓർ റിമൂവ് ദ ഫ്യൂസ് ഫോർ ദീസ്. ഒന്നുകിൽ നിങ്ങൾ സ്വിച്ച് ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ ഫ്യൂസ് ഒക്കെ റിമൂവ് ചെയ്യുക. ഇഫ് ഇറ്റ്സ് നോട്ട് പോസിബിൾ, അത് പോസിബിൾ അല്ല എങ്കിൽ സെപ്പറേറ്റ് ദ പേഴ്സൺ ഫ്രം ദ ഇലക്ട്രിക് സർക്യൂട്ട് യൂസിങ് എ ഡ്രൈ വുഡൻ സ്റ്റിക്ക് ഓർ സം അതർ ഗുഡ് ഇൻസുലേറ്റേഴ്സ്. എന്താണ്, അങ്ങനെ ഒന്നും നമുക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഒന്നെങ്കിൽ ഒരു ഉണങ്ങിയ മരക്കഷ്ണം എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഇൻസുലേറ്റേഴ്സ് അഥവാ വൈദ്യുതി പാസ് ചെയ്യാത്ത വേറെ എന്തെങ്കിലും സംഭവങ്ങൾ എടുക്കുക, എന്നിട്ട് അയാളിനെ അതിൽ നിന്നും തട്ടി മാറ്റുകയാണ് ചെയ്യേണ്ടത്. ഇൻ ദ കേസ് ഓഫ് ഹാർട്ട് ഫെയിലിയർ, പെട്ടെന്ന് ഹാർട്ട് ഫെയിലിയർ ആയിട്ടുണ്ടെങ്കിൽ പെർഫോം ചെസ്റ്റ് കംപ്രഷൻസ്, നമ്മൾ പ്രസ്സിൽ ഇങ്ങനെ കംപ്രസ് ചെയ്ത് കൊടുക്കുക. Then place one hand on top of the other and apply continuous pressure on the victim's chest. എന്താണ്, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ അയാളുടെ ചെസ്റ്റിൽ നമ്മുടെ ഹാൻഡ് ടോപ്പിൽ ഹാൻഡ് വെച്ച് നമ്മൾ അതുകൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്ത് കൊടുക്കുകയാണ്, ഒരു പ്രഷർ കൊടുക്കുകയാണ് വേണ്ടത്. This should be done until the heart starts beating again. ഇത് ഏതുവരെ ചെയ്യണം? അയാളുടെ ഹാർട്ട് വീണ്ടും ബീറ്റ് ചെയ്യുന്നത് വരെ നമ്മളത് ചെയ്തു കൊടുക്കണം. ഇഫ് ബ്രീത്തിങ് ബ്രീത്ത് സ്റ്റോപ്പായി എന്നുണ്ടെങ്കിൽ ഗീവ് എ ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ, നമ്മളൊരു ആർട്ടിഫിഷ്യൽ റെസ്പിറേഷൻ കൊടുക്കണം. കീപ് ദ ബോഡി വാം ബൈ മസാജിങ്. എന്താണ്, നമ്മൾ കൈകളൊക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കുകയും അയാൾക്ക് ഒരു റെസ്പിറേഷൻ, എങ്ങനെയാണ് റെസ്പിറേഷൻ കൊടുക്കുക? നമ്മൾ അയാൾക്ക് ശ്വാസം കൊടുക്കുകയാണ് അല്ലേ, നമ്മൾ പല മൂവീസിലും മറ്റൊക്കെ കണ്ടിട്ടുണ്ട്, അതുപോലെ നമ്മൾ കൊടുക്കുകയാണ് വേണ്ടത്. ടേക്ക് ദ പേഴ്സൺ ഇമ്മീഡിയറ്റ്ലി ടു ദ ഹോസ്പിറ്റൽ. അതുപോലെ പെട്ടെന്ന് തന്നെ അയാളുടെ ഹോസ്പിറ്റലിൽ എത്തിക്കാനും നമ്മൾ ശ്രദ്ധിക്കണം. ഇനി അടുത്തത് ജനറേറ്ററിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. നമുക്കറിയാം, നമ്മൾ പല സ്ഥലങ്ങളിലും ജനറേറ്ററൊക്കെ കണ്ടിട്ടുണ്ടാവും അല്ലേ. Don't we use a generator at the school when some fairs or PTA meeting are held? അവിടെ PTA മീറ്റിങ്ങോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും മീറ്റിങ്സോ, അല്ലെങ്കിൽ നമുക്കറിയാം സ്കൂളിലെ വല്ല എന്താ പറയുക ആർട്സൊക്കെ നടക്കുമ്പോൾ നമ്മൾ ജനറേറ്ററൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടിട്ടുണ്ടല്ലേ. വൈ ഈസ് ഇറ്റ് യൂസ്ഡ്? എന്തിനാണ് നമ്മൾ ജനറേറ്റർ ഉപയോഗിക്കുന്നത്? നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടാനാണല്ലേ. വിച്ച് ഈസ് ഫ്യൂൽ ഈസ് യൂസ്ഡ് ടു ഓപ്പറേറ്റിംഗ് എ ജനറേറ്റർ? ജനറേറ്ററിൽ എന്തൊക്കെ ഫ്യൂൽസാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? എന്തൊക്കെയാണ്? നമ്മൾ പെട്രോള്, കെറോസിന്, ഡീസലൊക്കെയാണ് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കാറുള്ളത്. ദ ജനറേറ്റർ പ്രൊഡ്യൂസ് ഇലക്ട്രിസിറ്റി മേക്കിംഗ് യൂസ് ഓഫ് എനർജി ഫ്രം ഫ്യൂൽസ് ലൈക്ക് പെട്രോൾ, കെറോസിൻ, ഡീസൽ എക്സെട്ര. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ജനറേറ്ററിൽ ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. യു ഹാവ് ലേൺഡ് ഇൻ ദ പ്രീവിയസ് ക്ലാസ് ദാറ്റ് in a generator chemical energy first gets converted into mechanical energy and then into electrical energy. അവിടെ എന്താണ് സംഭവിക്കുന്നത്? നമ്മൾ കൊടുക്കുന്ന കെമിക്കലിൽ നിന്നും കെമിക്കൽ എനർജി നേരെ അത് മെക്കാനിക്കൽ എനർജിയിലേക്ക് മാറുകയും ആ മെക്കാനിക്കൽ എനർജിയിൽ നിന്നും നമുക്കൊരു ഇലക്ട്രിക്കൽ എനർജി കിട്ടുകയുമാണ് ചെയ്യുന്നത്. ക്യാൻ ജനറേറ്റേഴ്സ്
ബി യൂസ് റെഗുലർലി ടു ഗെറ്റ് ഇലക്ട്രിസിറ്റി അറ്റ് ഹോം ആൻഡ് സ്കൂൾ. എന്തുകൊണ്ടാണ് നമ്മൾ സ്കൂളിലും വീട്ടിലും ഒക്കെ സ്ഥിരമായിട്ട് റെഗുലറായിട്ട് നമ്മൾ ജനറേറ്റർ ഉപയോഗിക്കാത്തത്? ഒന്ന് നമുക്ക് എന്താണ് കോസ്റ്റ് ഓഫ് ഡീസൽ അല്ലെ, ഡീസൽ അതുപോലെ തന്നെ കെറോസിന്, പെട്രോൾ, ഇതിൻ്റെയൊക്കെ കോസ്റ്റ്, അതുപോലെ തന്നെ പൊല്യൂഷൻ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കാതിരിക്കാനുള്ള കാരണം എന്ന് പറയുന്നത്. വാട്ട് ഈസ് എ സൊല്യൂഷൻ? എന്താണ് അതിനുള്ള സൊല്യൂഷൻ? നമ്മൾ ഉപയോഗിക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ സൊല്യൂഷൻ എന്ന് പറയുന്നത്. അതിൻ്റെ പകരം നമ്മൾ നോർമൽ ഇലക്ട്രിസിറ്റി ഉപയോഗിക്കാനുള്ള ചാൻസ് നോക്കുക എന്നുള്ളതാണ്. ദെൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനെ കുറിച്ചിട്ടാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. എന്താണ് ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ? Then you might have seen metallic wires stretch all over tall poles. എന്താണ്? ഉയരമുള്ള പോളുകളിലൂടെ വയറ് കമ്പി ഇങ്ങനെ കെട്ടിയതായിട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ ഇലക്ട്രിസിറ്റി കൊണ്ടുവരുന്നത് അങ്ങനെയാണ്. അപ്പോൾ ഫ്രം വേർ ഡു ദിസ് ലൈൻസ് ബ്രിങ്സ് ഇലക്ട്രിസിറ്റി? ഈ ലൈനൊക്കെ എവിടെ നിന്നാണ് ഇലക്ട്രിസിറ്റി കൊണ്ടുവരുന്നത്? ആ ലൈനിൽ വെറുതെ ഇലക്ട്രിസിറ്റി ഉണ്ടാകുന്നതാണോ? ഹൗ ദിസ് ഇലക്ട്രിസിറ്റി ഈസ് ജനറേറ്റഡ്? എങ്ങനെയാണ് ഈ ഇലക്ട്രിസിറ്റി ജനറേറ്റ് ചെയ്യുന്നത്? ദ പവർ വി യൂസ് അറ്റ് ഹോം ഈസ് ജനറേറ്റഡ് ബൈ ഹ്യൂജ് ജനറേറ്റേഴ്സ് ഇൻ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ. നമുക്ക് നമ്മുടെ വീടുകളിലൊക്കെ കിട്ടുന്ന ഈ ഒരു ഇലക്ട്രിസിറ്റി കിട്ടുന്നത് എവിടെ നിന്നാണ്? വലിയ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷനിൽ നിന്നാണ് നമുക്കിതൊക്കെ കിട്ടുന്നത്. അതാണ് നമ്മുടെ വീടുകളിലേക്ക് ഉപയോഗത്തിനായിട്ട് എത്തുന്നത്. ഹൗ ഡു ജനറേറ്റേഴ്സ് ഇൻ ദ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ വർക്ക്? എങ്ങനെയാണിത് വർക്ക് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. നമ്മുടെ താഴെയുള്ളൊരു പിക്ചറിൽ തന്നിട്ടുണ്ട് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന്. Generators in hydroelectric power station work using the energy obtained when water stored in the reservoirs of dams falls from the height. വളരെ ഹൈറ്റിൽ നിന്ന് തന്നെ താഴേക്ക് വരുന്ന വെള്ളത്തിൽ നിന്നാണ് ജനറേറ്റർ പ്രവർത്തിക്കുന്നത്. ദെൻ എങ്ങനെയാണ്? വളരെ ഫോഴ്സ് ആയിട്ടാണ് ആ വെള്ളം വരുന്നത്. ആ വെള്ളത്തിൽ നിന്നാണ് ഇവിടെ ഒരു ജനറേറ്റർ. താഴെ നമുക്ക് നോക്കൂ ചിത്രത്തിൽ, ഡാമിൽ നിന്നും വെള്ളം വരുന്നു. അത് ഈ ടർബൈനിലല്ല, ടർബൈൻ കറങ്ങിയിട്ടാണ് ആ വെള്ളം ടർബൈനുമായി ബന്ധിപ്പിക്കുകയും ടർബൈൻ തിരികുകയും ചെയ്യുമ്പോഴാണ് അവിടെ വൈദ്യുതി ഉണ്ടാകുന്നത് എന്നാണ് ഇതിൽ പറയുന്നത്. ഓക്കെ കൂട്ടുകാരൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കുക. Then next one, a major part of electricity produced in Kerala from the hydroelectric power station in Idukki. ഇടുക്കിയിലെ ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ ആണ് നമ്മുടെ കേരളത്തിൽ ഒരു പ്രധാന ഹൈഡ്രോ ഇലക്ട്രിക് പവർ തരുന്നത് എന്നാണ് പറയുന്നത്. നമുക്ക് ഏറ്റവും ഉൽപാദനം നടക്കുന്നത് ഇടുക്കിയിലെ ഈ ഒരു പവർ സ്റ്റേഷനിൽ നിന്നാണ്. Then discuss the merits and hydroelectric power station as compared to diesel generation based on the cost of fuel and pollution. ഈ പൊല്യൂഷനെയും അതുപോലെ തന്നെ ഫ്യൂവലിൻ്റെ ഈ കോസ്റ്റിനെയും ഇത് വെച്ച് നോക്കുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷന് എന്തൊക്കെ ഗുണങ്ങളാണുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അവിടെ എന്താണ്? അവിടെ പൊല്യൂഷനൊന്നും ഉണ്ടാവില്ല. അപ്പം അതുകൊണ്ട് അതാണ് നമുക്ക് ഏറ്റവും ഗുണം ചെയ്യുന്നത്. ദെൻ അതർ പോസിബിലിറ്റീസ് ഫോർ ഇലക്ട്രിക് പവർ ജനറേഷൻസ്. അതുപോലെ തന്നെ അടുത്ത പോസിബിലിറ്റി ഇലക്ട്രിക് പവറിൻ്റെ അടുത്ത പോസിബിലിറ്റീസ് ആണ് ഇവിടെ താഴെ പറയുന്നത്. ഫസ്റ്റ് വൺ തെർമൽ പവർ സ്റ്റേഷൻ ആണ്. അതുപോലെ ന്യൂക്ലിയർ പവർ സ്റ്റേഷൻ, വിൻഡ് മില്ല്, ഇതൊക്കെ നമുക്ക് ഇലക്ട്രിസിറ്റി ഉണ്ടാക്കാനുള്ള സോഴ്സുകളാണ്. ഇങ്ങനെയൊക്കെ നമ്മുടെ പോസിബിലിറ്റീസ് ആണ്. ഇതൊക്കെ നമ്മൾ ചെയ്യുന്നുമുണ്ട്. പക്ഷെ ഏറ്റവും കൂടുതൽ എന്താണ്? പവർ നമ്മുടെ ഡാമിൽ നിന്നൊക്കെ എടുക്കുന്ന ഇലക്ട്രിസിറ്റിയാണ് ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇതൊക്കെ നമ്മൾ ചെയ്യാറുണ്ട്. യു ഹാവ് ഓൾറെഡി അണ്ടർസ്റ്റുഡ് ദാറ്റ് ഇലക്ട്രിസിറ്റി ഈസ് പ്രൊഡ്യൂസ്ഡ് ഇൻ അവർ കൺട്രി ബൈ യൂസിങ് ഫ്യൂവൽസ് ലൈക്ക് എ കോൾ ആൻഡ് ഡീസൽ. വി ഓൾസോ യൂസ് ദ പവർ ഓഫ് വിൻഡ് ആൻഡ് എ ടൈഡൽ വേവ്സ് ആസ് വെൽ ആസ് ന്യൂക്ലിയർ എനർജി. അതുപോലെ തന്നെ ന്യൂക്ലിയർ എനർജി ആയിട്ടും നമ്മുടെ രാജ്യത്ത് ഇത്തരത്തിലുള്ള എല്ലാ സംഭവങ്ങളിലൂടെയും നമ്മൾ വൈദ്യുതി ഉണ്ടാക്കുന്നുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാം. ഒബ്സർവ് ദ പിക്ചേഴ്സ് ഗിവൺ ബിലോ. താഴെ നമുക്ക് ഒരുപാട് പിക്ചേഴ്സ് വന്നിട്ടുണ്ട്. ഫസ്റ്റ് വൺ സോളാർ പാനൽ, ദെൻ ചന്ദ്രയാൻ 3, ദെൻ സോളാർ കാർ. സോളാർ സെൽ ഈസ് എ ഡിവൈസ് ദാറ്റ് കൺവേർട്ട് സോളാർ എനർജി ഇൻ ടു ഇലക്ട്രിക്കൽ എനർജി. സോളാർ സെല്ല് വഴി നമുക്ക് സോളാർ എനർജിയിൽ നിന്നും ഇലക്ട്രിക്കൽ എനർജി ഉണ്ടാക്കാൻ വേണ്ടി സാധിക്കും. സോളാർ പാനൽ ഈസ് എ കോമ്പിനേഷൻ ഓഫ് 2 or more സോളാർ സെൽസ്. സോളാർ പാനൽസ് എന്ന് പറയുന്നത് എന്താണ്? രണ്ടോ അല്ലെങ്കിൽ അതിലധികമോ സോളാർ സെൽസിന്റെ ഒരു കോമ്പിനേഷനാണ് അവിടെ കാണുന്നത്. സോളാർ എനർജി ഈസ് എ സൊല്യൂഷൻ ഫോർ ദ ഫ്യൂച്ചർ എനർജി ക്രൈസിസ്. ഭാവിയിൽ നമുക്കൊരു എനർജി ക്രൈസിസ് ഉണ്ടാകുമ്പോൾ നമുക്ക് ഏക ആശ്രയം എന്ന് പറയുന്നത് സോളാർ എനർജി മാത്രമാണ്. കോസ്റ്റ് എഫക്റ്റീവ് ടെക്നോളജീസ് ഫോർ
ഹാർനസ്റ്റിംഗ് സോളാർ എനർജി ആർ ടു ബി ഡെവലപ്ഡ്. ഇന്ന് എന്താണ് ഇതൊക്കെ വളരെയധികം ഡെവലപ്പ് ആയിക്കൊണ്ടിരിക്കുകയാണ്. റിസർച്ചേഴ്സ് ആർ ഗോയിങ് ഓൺ ഫോർ ദിസ് പർപ്പസ്. റിസർച്ചേഴ്സ് ഒക്കെ ഒരുപാട് റിസർച്ചും ഇതിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. കാരണം ബാക്കി എല്ലാതും നമുക്ക് എന്താണ് ഒരു ലിമിറ്റ് കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇല്ലാതാവും. അത് ഫ്യൂവൽസ് ഒക്കെ ഒരു ലിമിറ്റ് കഴിഞ്ഞാൽ ഇല്ലാതാവും. പക്ഷേ സോളാർ എനർജിയാണ് നമുക്ക് എന്നും നിലനിൽക്കുന്ന എനർജി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പോസിബിലിറ്റീസിനൊക്കെ കുറിച്ചിട്ട് ഇപ്പോഴും റിസർച്ചൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ, ഡോണ്ട് വേസ്റ്റ് ഇലക്ട്രിസിറ്റി. നമ്മൾ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യരുത്. ദ പ്രൊഡക്ഷൻ ഓഫ് ഇലക്ട്രിസിറ്റി ഹാസ് ടു ബി ഇൻക്രീസ്ഡ് വെൻ ദർ ഈസ് ഹയർ കൺസപ്ഷൻ. ഹയർ കൺസപ്ഷൻ വരുമ്പോൾ എന്താണ് ഇലക്ട്രിസിറ്റി നമുക്ക് ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. ഡസൻ ദ ജനറേഷൻ ഓഫ് മോർ ഇലക്ട്രിസിറ്റി റിക്വയർ മോർ ഫ്യൂവൽസ്. എന്താണ് നമ്മൾ ജനറേഷനൊക്കെ വർക്ക് ചെയ്യണമെങ്കിൽ അവിടെ നമുക്ക് കൂടുതൽ ഫ്യൂവൽസ് ആണ് ആവശ്യമായിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഫ്യൂവൽസ് നമുക്ക് കഴിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അവിടെ കൺസപ്ഷൻ കുറക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യം. ദെൻ വാട്ട് മെസ്സേജ് ഡസ് ദിസ് പോസ്റ്റർ കൺവേ? ഈ പോസ്റ്റർ എന്താണ് നമുക്ക് മെസ്സേജ് തരുന്നത്? സേവ് ഇലക്ട്രിസിറ്റി അല്ലേ, നമ്മൾ എപ്പോഴും സേവ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് നമുക്ക് തരുന്നത്. വിച്ച് ആർ ദ സർക്കംസ്റ്റൻസസ് ഇൻ വിച്ച് ഇലക്ട്രിസിറ്റി ഈസ് വേസ്റ്റഡ്? നമ്മുടെ വീട്ടിൽ ഇലക്ട്രിസിറ്റി വേസ്റ്റ് ചെയ്യുന്ന ഒരുപാട് സിറ്റുവേഷൻസ് ഉണ്ട് അല്ലേ. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യുക. എന്നിട്ട് നമ്മൾ അതിനെയൊക്കെ ഇല്ലാതാക്കുകയാണ് വേണ്ടത്. വി ഹാവ് ടു അഡോപ്റ്റ് സർട്ടൻ മെഷേഴ്സ് ടു പ്രിവെൻറ്റ് വേസ്റ്റേജ് ഓഫ് ഇലക്ട്രിസിറ്റി ആൻഡ് ടു എൻഷുർ ഇറ്റ്സ് എ ജുഡീഷ്യസ് യൂസ്. പ്രിപ്പയർ എ പോസ്റ്റർ ഹൈലൈറ്റിംഗ് ദീസ് ഫാക്ടേഴ്സ് ആൻഡ് ഡിസ്പ്ലേ ഇറ്റ് ഇൻ ദ ക്ലാസ് റൂം. അതുപോലെ നിങ്ങളുടെ ക്ലാസ് റൂമിൽ ഇതിനെ സംബന്ധിച്ച് ഒരു പോസ്റ്ററൊക്കെ ഉണ്ടാക്കാൻ പറയുന്നുണ്ട്. അപ്പോൾ പോസ്റ്റർ ഉണ്ടാക്കുക മാത്രമല്ല, നമ്മൾ ആസ് എ പേഴ്സൺ എന്ന നിലയ്ക്ക് അല്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്, നമ്മുടെ വീട്ടിൽ നിന്നും അല്ലെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന അത്രയും നമ്മൾ ഇലക്ട്രിസിറ്റിയുടെ കൺസപ്ഷൻ കുറക്കുക എന്നാണ് നമ്മൾ ചെയ്യേണ്ടത്. കാരണം എന്നാൽ മാത്രമേ നമുക്ക് ഇനി വരുന്ന ജനറേഷന് വേണ്ടിയിട്ട് നമുക്ക് ഇലക്ട്രിസിറ്റി സേവ് ചെയ്യാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. കാരണം സോളാർ എനർജി ഒക്കെ ഇപ്പോഴും അതിൻ്റെ റിസർച്ച് നടന്നുകൊണ്ടേയിരിക്കുന്നുള്ളൂ. അതിൻ്റെ പോസിബിലിറ്റീസൊക്കെ നമ്മൾ ഗവേഷണം നടത്തുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇപ്പോൾ നിലവിലുള്ളതിനെ നമുക്ക് മാക്സിമം നമുക്കും ഇനി വരുന്ന ആളുകൾക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ മാറ്റിയെടുക്കാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുക എന്നതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ പാഠഭാഗം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഈ പാഠഭാഗത്ത് ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ കൂട്ടുകാരും നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കുക ചാപ്റ്ററൊക്കെ. അതുപോലെ തന്നെ എല്ലാ പറഞ്ഞ കാര്യങ്ങളും എന്താണ് സർക്യൂട്ടിലെ കാര്യങ്ങളും എല്ലാം നമ്മൾ മനസ്സിലാക്കി പഠിക്കുക. അത്യാവശ്യം ലോങ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററും കൂടിയാണ്. ഇനി ഇതിനെ ലെറ്റ്സ് അസസ് എന്ന പ്രവർത്തനങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. നമുക്ക് അടുത്ത വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാം. അതുപോലെ തന്നെ ഇതിൻ്റെ നോട്ട്സും നമുക്ക് ഡിസ്കസ് ചെയ്ത് അടുത്ത വീഡിയോയിലൂടെ പറയാം. ഓക്കെ, ഇനി അടുത്ത യൂണിറ്റ് ആണ് നമുക്ക് നോക്കാനുള്ളത് വെൻ ലൈറ്റ് റിഫ്ലക്ട്സ് എന്നുള്ളത്. അത് നമുക്ക് അടുത്ത വീഡിയോയിൽ അടുത്തും നോക്കാം. നമുക്ക് ആദ്യം നോട്ട്സും അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ആക്ടിവിറ്റീസും അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് അടുത്ത യൂണിറ്റിലേക്ക് കടക്കാം. എല്ലാ കൂട്ടുകാർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്.